ന്യായാധിപന്മാർ അധ്യായം 5. അന്ന് ദെബോരയും അബീനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയത് എന്തെന്നാൽ, നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾപ്പിൻ, പ്രഭുക്കന്മാരെ ചെവി തരുവിൻ. ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും, ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവേ, നീ സെയീരിൽ നിന്ന് പുറപ്പെടുകയാൽ ഏദോമ്യ ദേശത്തുകൂടി നീ കടകൊള്ളുകയിൽ ഭൂമി ഒഴുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, യഹോവ സന്നിധിയിൽ മലകൾ കുടുങ്ങി. ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിലും യായേലിൻ കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ഇതുപോലെ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൻ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രായേലിലെ അശേഷം മറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ കഴിച്ചു, ഗോപുരദ്വാരത്തിങ്കിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല. എൻ്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധാ സേവകരെ യഹോവയെ വാഴ്ത്തുവിൻ. വെള്ളക്കഴുതപ്പുറത്ത് കയറുന്നവരെ, പർവ്വതാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ. വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ അവിടെ അവർ യഹോവയുടെ നീതികളെ, ഇസ്രായേലിന് പറഞ്ഞ നീതികളെ കഥിക്കും. യഹോവയുടെ ജനം വന്ന് ഗോപുരദ്വാരത്തിങ്കിൽ ചെന്നു. ഉണരുക, ഉണരുക, ദെബോരേ, ഉണരുക, ഉണർന്ന് പാട്ടുപാടുക. എഴുന്നേൽക്ക, ബാരാക്കേ, അബീനോവാമാത്മജ, നിന്റെ പുത്രന്മാരെ പിടിച്ചുകൊണ്ട് പോക. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. എഫ്രൈമിൽ നിന്ന് അമാലേക്കിൻ വേരുള്ളവരും, ബെന്യാമീനിൽ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഗിരിയിൽ നിന്ന് അധിപന്മാരും, സെബൂലൂനിൽ നിന്ന് നായകദണ്ഡധാരികളും വന്നു. ഇസ്സാഖാർ പ്രഭുക്കന്മാർ ദെബോരയോടുകൂടെ ഇസ്സാഖാർ എന്നപോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടിപ്പുറപ്പെട്ടു. രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണ്ണയങ്ങളുണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നത്. രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണ്ണയങ്ങളുണ്ടായി. ഗിലെയാദ് യോർദാനക്കരെ പാർത്തു. ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നത്. ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. തുറമുഖങ്ങൾക്കരികെ പാർത്തുകൊണ്ടിരുന്നു. സെബൂലൂൻ പ്രാണനെ തേച്ച് ജനം. നഫ്താലി പോർക്കളം മേടുകളിൽ തന്നെ. രാജാക്കന്മാർ വന്നു പൊരുതു. താനാക്കിൽ വെച്ച് മെഗിദ്ദോ വെള്ളത്തിനരികെ കനാനി ഭൂപന്മാർ വന്ന് പൊരുതു. വെള്ളി അവർക്ക് കൊള്ളയായില്ല. ആകാശത്ത് നക്ഷത്രങ്ങൾ പൊരുതു. അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതു. കീശോൻ തോട്, പുരാതന നദിയാം കീശോൻ തോട് തള്ളി അങ്ങ് അവരെ ഒഴുകിക്കൊണ്ടുപോയി. എൻ മനമേ, നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കഠിനം ചെയ്തു. മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ, അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പിൻ എന്ന് യഹോവ ദൂതൻ അരുളിച്ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. കേനിനായ ഹേബരിൻ ഭാര്യയാമിയായാലോ, നാരി ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസിനി ഈ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. തണ്ണീർ അവൾ ചോദിച്ചു, പാൽ അവൾക്ക് കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി. തന്റെ വലങ്കൈ പണിക്കാരെ ചുറ്റിയേക്ക് നീട്ടി. സീസരയെ തല്ലി അവന്റെ തല തകർത്തു. അവന്റെ ചെന്നി കുത്തി തുളച്ചു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണ് കിടന്നു. കുനിഞ്ഞെടുത്ത് തന്നെ അവൻ ചത്തു കിടന്നു. സീസരയുടെ അമ്മ കിളിവാതിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ജാലകത്തോടെ വിളിച്ചു പറഞ്ഞത്, അവന്റെ തേർ വരുവാൻ വൈകുന്നതെന്ത്? രഥചക്രങ്ങൾക്ക് താമസമെന്ത്? ജ്ഞാനമേറിയ നായികമാർ അതിനുത്തരം പറഞ്ഞു. താനും തന്നോട് മറുപടി ആവർത്തിച്ചു. കിട്ടിയ കൊള്ള അവർ പങ്കിടുകയില്ലേ? ഓരോ പുരുഷന് 1-2 പെണ്ണുങ്ങൾ. സീസരയ്ക്ക് കൊള്ള വിചിത്രവസ്ത്രം, വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ. കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്രശീല ഈ 2 കാണും. യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെ ഈ വണ്ണം നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്ന പോലെ തന്നെ. പിന്നെ ദേശത്ത് 40 സംവത്സരം സ്വസ്ഥത ഉണ്ടായി.